നമസ്കാരം, വെൽക്കം ടു ചലഞ്ച് റാപ്പ്. നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ പകുതി കുറച്ച് ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ പറ്റി നമ്മൾ എടുത്ത് സ്റ്റോപ്പ് ചെയ്തായിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കി പഠിക്കാം. അപ്പോൾ നമ്മൾ റീപ്രൊഡക്റ്റീവ് ഇവൻസിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു റീപ്രൊഡക്റ്റീവ് ഇവൻസ്? ഗ്യാമറ്റോജെനസിസ്, ഇൻസെമിനേഷൻ, ഫെർട്ടിലൈസേഷൻ, ഇംപ്ലാന്റേഷൻ, ഗസ്റ്റേഷൻ, പാർച്ചുറേഷൻ. ഇത്രയുമാണ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഇവൻസ്, ഹ്യൂമൻസിന്റെ റീപ്രൊഡക്റ്റീവ് ഇവൻസ് എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഗ്യാമറ്റോജെനസിസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഗ്യാമീറ്റ്സിന്റെ ഫോർമേഷൻ. അതിൽ തന്നെ ഫീമെയിൽ ഗ്യാമീറ്റ് ആയിട്ടുള്ള എഗ് അല്ലെങ്കിൽ ഓവത്തിന്റെ ഫോർമേഷനെ നമ്മൾ ഊജെനസിസ് എന്ന് പറയും. മെയിൽ ഗ്യാമീറ്റ് ആയിട്ടുള്ള സ്പേമിന്റെ ഫോർമേഷനെ സ്പെർമാറ്റോജെനസിസ് എന്ന് പറയും. ഈ സ്പെർമാറ്റോജെനസിസും ഊജെനസിനെയും കൂടെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്യാമറ്റോജെനസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്യാമീറ്റ്സ് ഫോം ചെയ്താൽ പിന്നെ എന്താ ചെയ്യാനുള്ളത്? ഈ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്ക് നമ്മുടെ മെയിൽ ഗ്യാമീറ്റ്സ് ആയിട്ടുള്ള സ്പേംസ് റിലീസ് ചെയ്യണം. ആ ഒരു പ്രോസസ്സാണ് സെക്കൻഡ് ആയിട്ടുള്ള ഇൻസെമിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അല്ലെ. അപ്പൊ ഇൻസെമിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ട്രാൻസ്ഫർ ഓഫ് സ്പേംസ് ടു ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ടിലേക്ക് എന്തിനെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ്? സ്പേംസിനെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ ആണ്. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ്സ്. മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റിന്റെയും കൂടെ ഫ്യൂഷനെയാണ് നമ്മൾ പറയുന്നത് ഫെർട്ടിലൈസേഷൻ. ആസ് എ റിസൾട്ട് ഓഫ് ഫെർട്ടിലൈസേഷൻ എന്താണ് ഉണ്ടാവുന്നത്? സൈഗോട്ട് ഉണ്ടാവും അല്ലെ. ഈ സൈഗോട്ട് പിന്നെ ഡെവലപ്പ് ചെയ്തിട്ടാണ് എന്തായിട്ട് മാറുന്നത്? എംബ്രിയോ ആയിട്ട് മാറുന്നത്. അപ്പോൾ ആ ഒരു ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ സൈഗോട്ട് ഉണ്ടാവും. ഈ സൈഗോട്ട് എന്ന് പറയുന്നത് ഒരു സിംഗിൾ സെല്ലാണ് സൈഗോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സൈഗോട്ട് നമ്മുടെ ആക്ച്വലി ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഒവിഡക്ട് അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബ്യൂൾ എന്ന് പറയുന്ന ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ വരുന്ന ഒരു ഭാഗത്തേക്കാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും യൂട്രസിലാണ് ഈ ഒരു ഫെർട്ടിലൈസേഷൻ നടക്കുന്നതെന്ന്. പക്ഷെ അല്ല. എവിടെയാണ് നടക്കുന്നത്? ആംബുലറി ഇസ്തമസ് ജംഗ്ഷൻ ഓഫ് ഓവിഡക്ട് അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബ്യൂളിലെ ആംബുലയും ഇസ്തമസും കൂടെ ജോയിൻ ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്കാണ് ഏത് നടക്കുന്നത്? ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഫെർട്ടിലൈസേഷൻ നടന്ന് ഈ ഒരു സൈഗോട്ട് ഉണ്ടായാൽ ഈ സൈഗോട്ടിന് അവിടെ ഇരുന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഓവിഡക്റ്റിന് എന്തിനുള്ള കഴിവില്ല? ഡെവലപ്പ് ചെയ്യാനോ എക്സ്പാൻഡ് ചെയ്യാനോ ഉള്ള കഴിവില്ല. യൂട്രസിന് മാത്രമാണ് എന്ത് ചെയ്യാനുള്ള കഴിവുള്ളത്? എക്സ്പാൻഡ് ചെയ്യാനുള്ള കഴിവുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ആ ഓവിഡക്റ്റിൽ നിന്നും ആ ഒരു സൈഗോട്ട് ട്രാവൽ ചെയ്ത് എവിടെ വരണം? യൂട്രസിൽ വന്നാൽ മാത്രമാണ് അതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫെർദർ ഡെവലപ്മെന്റ് നടക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു? ഈ ഒരു ഫലോപ്പിയൻ ട്യൂബ്യൂളിൽ നിന്നും യൂട്രസിലേക്ക് വരുന്ന വഴിക്ക് ആ ഒരു സൈഗോട്ട് എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങുന്നു. ഒരു സെല്ല് 2 ആവുന്നു, 2 4 ആവുന്നു, 4 8 ആവുന്നു. ഇങ്ങനെ എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂസ് ആയിട്ട് ഇവർ ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു 8 വരെയുള്ള അല്ലെങ്കിൽ 8 16 ആ ഒരു സ്റ്റേജ് ആയിരിക്കും നമ്മുടെ യൂട്രസിലേക്ക് വന്ന് എത്തുന്നത്. അപ്പോൾ ആ യൂട്രസിൽ ഈ ഒരു സ്റ്റേജ് വന്ന് എന്ത് ചെയ്യുന്നു? അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ. അപ്പോൾ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞു. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി പീരീഡ് ആണ്. ആ ഒരു പീരീഡിനെയാണ് നമ്മൾ ഗസ്റ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു പീരീഡ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ആ ഒരു പീരീഡിലാണ് ആ കുഞ്ഞിന്റെ എംബ്രിയോണിക് ഡെവലപ്മെന്റ് അവിടെ നടക്കുന്നത്. അപ്പൊ ആ എംബ്രിയോണിക് ഡെവലപ്മെന്റ് നടക്കുന്ന ആ ഒരു പീരീഡിനെ പറയുന്ന പേരാണ് ഗസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റെപ്പാണ് പാർച്ചുറേഷൻ അല്ലെങ്കിൽ ഡെലിവറി ഓഫ് ദ ബേബി. അപ്പോൾ ഇത്രയുമാണ് ഇതെന്ന് പറയുന്നത് ഹ്യൂമൻസിന്റെ റീപ്രൊഡക്റ്റീവ് ഇവന്റ്സിൽ വരുന്ന സ്റ്റെപ്സ്. ഓക്കെ. ഫസ്റ്റ് സ്റ്റെപ്പ് ഗെമറ്റോജെനസിസ്, നെക്സ്റ്റ് വൺ ഇൻസെമിനേഷൻ, പിന്നെ ഫെർട്ടിലൈസേഷൻ, ഇംപ്ലാന്റേഷൻ, ഗസ്റ്റേഷൻ, ലാസ്റ്റ് വൺ ഡെലിവറി അല്ലെങ്കിൽ പാർച്ചുറേഷൻ ഓഫ് ദ ബേബി. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ ഓരോ സ്റ്റെപ്പും ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നോക്കാം, ഗാമറ്റോജെനസിസ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. The process of formation of gamete is called gametogenesis. നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ഗ്യാമീറ്റ്സിന്റെ ഫോർമേഷനെ പറയുന്നതാണ് ഗാമറ്റോജെനസിസ്. മെയിൽ ഗ്യാമീറ്റ് ഈസ് കോൾഡ് സ്പേംസ് അല്ലെ. മെയിൽ ഗ്യാമീറ്റ്സിനെ പറയുന്ന പേര് സ്പേംസ് എന്നാണ്. അതുപോലെ ഫീമെയിൽ ഗ്യാമീറ്റിനെ പറയുന്ന പേര് എഗ് അല്ലെങ്കിൽ ഓവം എന്നാണ് പറയുന്നത്. ഇതിൽ തന്നെ ഫോർമേഷൻ ഓഫ് സ്പേംസിനെ പറയുന്ന പ്രോസസ്സാണ്
സ്പെർമാറ്റോജെനസിസ്. ജെനസിസ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ആണ്. അപ്പോൾ സ്പേംസിന്റെ ഫോർമേഷനെ പറയുന്ന പേര് സ്പെർമാറ്റോജെനസിസ് എന്നാണ്. അതുപോലെ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് എഗ് അല്ലെങ്കിൽ ഓവത്തിനെ പറയുന്ന പേരാണ് ഊജെനസിസ്. ഓക്കെ, ഓവത്തിന്റെ ആ ഒരു ഊജെനസിസ് എന്നാണ് ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേര്. അപ്പോൾ ഇനി നമ്മൾ സ്പെർമാറ്റോജെനസിസ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം, ഊജെനസിസ് എന്താണെന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള റീപ്രൊഡക്റ്റീവ് ഇവന്റ്സിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ നോക്കാം, സ്പെർമാറ്റോജെനസിസ് എന്തായിരുന്നു? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് സ്പേംസ് അല്ലെ. സ്പേംസ് ഉണ്ടാവുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്പെർമാറ്റോജെനസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ടെസ്റ്റിസ്. ടെസ്റ്റിസിനുള്ളിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ടെസ്റ്റിസിനെ എന്തെന്ന് പറയാൻ കാരണം, ഇസ് എ പ്രൈമറി സെക്സ് ഓർഗൻ ഇൻ മെയിൽസ് അല്ലെ. മെയിൽസിന്റെ പ്രൈമറി സെക്സ് ഓർഗൻസ് എന്ന് ടെസ്റ്റിസിനെ പറയാൻ കാരണം അവരുടെ മെയിൽ ഗ്യാമീറ്റ് ആയിട്ടുള്ള സ്പേംസിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെയിൽ ഹോർമോൺസ് ആയിട്ടുള്ള ആൻഡ്രോജൻസ് അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺസിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ആയിട്ടുള്ള ടെസ്റ്റിസ് ആണ്. അതുകൊണ്ടാണ് ടെസ്റ്റിസിനെ എന്തെന്ന് പറയാൻ കാരണം, ഇറ്റ് ഈസ് എ പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഇൻ മെയിൽസ് എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇത്തരത്തിലുള്ള സ്പെർമാറ്റോജെനസിസ് നടക്കുന്നത് എവിടെയാണ്? ടെസ്റ്റിസിലായിരിക്കും നടക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ടെസ്റ്റിസിന്റെ ഒരു സ്ട്രക്ചർ നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെസ്റ്റിസിന് എന്തുണ്ട്? ഒരു ടെസ്റ്റിസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ടെസ്റ്റിസിനെ നമ്മൾ ഒരുപാട് എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? കുറേ കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എബൌട്ട് ഒരു 250 കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് അവർ ടെസ്റ്റിസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഓരോ ടെസ്റ്റിസിന്റെ കമ്പാർട്ട്മെന്റ്സിനെയും പറയുന്ന പേരാണ് ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ് അല്ലെ. അപ്പോൾ ഒരു ടെസ്റ്റിസ് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറേ ഒരു 250ഓളം കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഓരോ കമ്പാർട്ട്മെന്റ്സിനെയും പറയുന്ന പേര് എന്തായിരുന്നു? ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ് ആണ്. അപ്പോൾ ഇതൊക്കെ ഓരോ ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ് ആണെങ്കിൽ ഈ ഓരോ ടെസ്റ്റിക്കുലർ ലോബ്യൂൾസിനുള്ളിലും ഭയങ്കരമായിട്ടും ഹൈലി കോയിൽഡ് ആയിട്ട് 1 to 3 ഹൈലി കോയിൽഡ് ആയിട്ടുള്ള മറ്റൊരു ഭാഗം ഉണ്ടായിരിക്കും. അതിനെ പറയുന്ന പേരാണ് എന്ത്? സെമിനിഫറസ് ട്യൂബ്യൂൾസ് കേട്ടോ. അപ്പൊ ഭയങ്കര ഹൈലി കോയിൽഡ് ആയിട്ടുള്ള എന്ത് കാണും ഇതിനുള്ളില്? സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഇതിനുള്ളിൽ കാണും. ഓക്കെ, അപ്പോൾ ടെസ്റ്റിസിനുള്ളില് കുറെ കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ കമ്പാർട്ട്മെന്റ്സിനെ നമ്മൾ ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ് എന്നാണ് പറയുന്നത്. ഈ ഓരോ ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ് എടുത്ത് നോക്കുകയാണെങ്കിലും അതിനുള്ളിൽ 3 to 4 ഹൈലി കോയിൽഡ് ആയിട്ടൊരു സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് എന്ത്? സെമിനിഫറസ് ട്യൂബ്യൂൾസ് അല്ലെ. അപ്പോൾ ഈ ഒരു സെമിനിഫറസ് ട്യൂബ്യൂൾസിലാണ് എന്തുണ്ടാക്കുന്നത്? സ്പേംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സെമിനിഫറസ് ട്യൂബ്യൂൾസിനുള്ളിലാണ് സ്പേംസ് ഉണ്ടാവുന്നത്. ആ സെമിനിഫറസ് ട്യൂബ്യൂൾസിനെ നമ്മൾ ഇനി എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ആ സെമിനിഫറസ് ട്യൂബ്യൂൾസിനുള്ളില് പുറമേയും ഔട്ട്സൈഡും ഇൻസൈഡും കുറെ ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ടാവും. ഓക്കെ, ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഇൻസൈഡില് 2 ടൈപ്സ് ഓഫ് സെൽസ് ആണുള്ളത്. ഏതൊക്കെയായിരുന്നു? മെയിൽ ജേം സെൽസും അതുപോലെ തന്നെ സെർട്ടോളി സെൽസും. മെയിൽ ജേം സെൽസിന്റെ മറ്റൊരു പേരാണ് സ്പെർമാറ്റോഗോണിയ. ഓക്കെ, സ്പെർമാറ്റോഗോണിയ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എന്താണ്? മെയിൽ ജേം സെൽസ് അല്ലെങ്കിൽ സ്പെർമാറ്റോഗോണിയ എന്നാണ് ഈ ഒരു എന്തെന്ന് പറയാൻ കാരണം. ഈ ഒരു സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഇൻസൈഡിൽ 2 ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ 2 ടൈപ്പ് സെൽസ് ആണ്. ഒന്ന് മെയിൽ ജേം സെൽസും പിന്നെ സെർട്ടോളി സെൽസും. മെയിൽ ജേം സെൽസിന്റെ മറ്റൊരു പേരിനെയാണ് നമ്മൾ സ്പെർമാറ്റോഗോണിയ എന്ന് പറയുന്നത്. മെയിൽ ജേം സെൽസ് ആണ് ഫർദർ എന്ത് ചെയ്തിട്ട് നമ്മുടെ ഡിവിഷൻ നടന്നിട്ട് മിയോട്ടിക് ഡിവിഷൻ, മിയോസിസ് എന്ന് പറയുന്ന സെൽ ഡിവിഷൻ നടന്നിട്ട് സ്പേംസ് ആയിട്ട് മാറും. ഓക്കെ, സെർട്ടോളി സെൽസ് എന്താ ചെയ്യുന്നത്? ഈ വളരുന്ന സ്പേംസിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും നറിഷ്മെന്റും കൊടുക്കുന്നത് ആരാണ്? സെർട്ടോളി സെൽസ് ആണ്. ഓക്കെ, അപ്പോൾ അതിന്റെ ഇൻസൈഡില് 2 ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ട്. മെയിൽ ജേം സെൽസ് അല്ലെങ്കിൽ സ്പെർമാറ്റോഗോണിയയും സെർട്ടോളി സെൽസും. സ്പെർമാറ്റോഗോണിയാണ് സ്പേംസ് ആയിട്ട് മാറുന്നത്. സെർട്ടോളി സെൽസ് എന്താ ചെയ്യുന്നത്? നമ്മുടെ ഇതിനാവശ്യമായിട്ടുള്ള സ്പെർമാറ്റോഗോണിയയ്ക്ക് ആവശ്യമായിട്ടുള്ള നറിഷ്മെന്റും ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ കൊടുക്കുന്നത് സെർട്ടോളി സെൽസ് ആണ്. ഓക്കെ, ഇനി അതിന്റെ ഔട്ട്സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയും ലെയ്ഡിക് സെൽസ് എന്ന് പറയുന്ന ഒരു സെൽസ് ഉണ്ടാവും. ഈ സെൽസ് ആണ് എന്താണ്? മെയിൽ ഹോർമോൺസ് ആയിട്ടുള്ള ആൻഡ്രോജൻസ് അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഒരു ഹോർമോൺസ് ആണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. അപ്പൊ ഈ ഒരു സ്പെർമാറ്റോഗോണിയത്തിന്റെ എന്താണ് ക്രോമസോമൽ നമ്പർ എന്ന് പറയുന്നത് 46 ആണ് കേട്ടോ. അപ്പൊ നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ എല്ലാ സെൽസിന്റെയും ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് കണ്ടീഷൻ ആണ്. ഡിപ്ലോയിഡ് എന്ന് പറയുന്നത് 46 എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ഡിപ്ലോയിഡ് എന്ന് പറയുന്നത്. ഡൈപ്ലോയിഡ് അല്ലെങ്കിൽ ഡിപ്ലോയിഡ് എന്ന് പറയും. ഹാപ്ലോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹാഫ് സെറ്റ് ഓഫ് ക്രോമസോംസിനെയാണ് ഹാപ്ലോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യർക്ക് മൊത്തത്തിൽ എത്ര ക്രോമസോംസ് ആണ്? 23 പെയേഴ്സ് ഓഫ് ക്രോമസോംസ് അല്ലെങ്കിൽ 46 ക്രോമസോംസ് ആണ്. അപ്പോൾ നമ്മുടെ ഈ എല്ലാ കോശങ്ങളിലെയും ക്രോമസോമിന്റെ സംഖ്യ എന്ന് പറയുന്നത് ഡൈപ്ലോയിഡ് ആണെങ്കിൽ 46 ആണ്. ഓക്കെ, പക്ഷേ നമ്മുടെ സ്പേംസിലും
എഗ്ഗിന് മാത്രം, ഗ്യാമീറ്റ്സിൽ മാത്രമാണ് എന്തുള്ളത്, ഹാപ്ലോയിഡ് കണ്ടീഷൻ ഉള്ളത്. ദാറ്റ് മീൻസ് 23 ഉള്ളത്. പക്ഷെ ഇവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഈ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെൽ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എഗ്ഗിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെൽ ഉണ്ടാവും. ആ സെല്ലുകളിലെല്ലാം ക്രോമസോം സംഖ്യ 46 തന്നെയാണ്. ഈ സ്പേംസിലും അല്ലെങ്കിൽ എഗ്ഗിലും മാത്രമാണ് എന്തുള്ളത്, നമ്മുടെ ക്രോമസോം സംഖ്യ ഹാഫ് അല്ലെങ്കിൽ ഹാപ്ലോയിഡ് 23 എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത് സ്പെർമാറ്റോഗോണിയം എന്ന് പറയുന്ന ഒരു സെല്ല്, ആ സ്പെർമാറ്റോഗോണിയത്തിൽ നിന്നാണ് സ്പേംസ് ഉണ്ടാവുന്നത്. പക്ഷെ ആ സ്പെർമാറ്റോഗോണിയയുടെ ക്രോമസോമൽ സംഖ്യ എന്ന് പറയുന്നത് എത്രയായിരിക്കും, നമ്മുടെ ഡൈപ്ലോയിഡ് കണ്ടീഷൻ അല്ലെങ്കിൽ 46 എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അതിൽ നിന്നുണ്ടാകുന്ന സ്പേംസിന്റെ കണ്ടീഷൻ നേരെ ഹാഫ് ആയിരിക്കും. ഓക്കെ, അത് എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ നമുക്കിനി സ്റ്റെപ്സ് നോക്കാം. സ്പെർമാറ്റോജനസിന്റെ ഓരോ സ്റ്റെപ്സും നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, spermatogonia present on the inside wall of seminiferous tubules multiplied by mitotic division and increase in numbers. ഫസ്റ്റ് നമ്മൾ സെൽ ഡിവിഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഒക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. 2 ടൈപ്സ് ഓഫ് സെൽ ഡിവിഷൻസ് ആണ് പ്രധാനമായിട്ടും ഉള്ളത്. ഏതൊക്കെയാണ്? ഒരു മൈറ്റോസിസും ഉണ്ടാവും, മിയോസിസും ഉണ്ടാവും, ക്രമഭംഗവും ഊനഭംഗവും, അല്ലെ? അപ്പോൾ മൈറ്റോസിസ്, മിയോസിസ് എന്ന് പറയുന്ന 2 തരത്തിലുള്ള സെൽ ഡിവിഷൻസ് ആണ് നടക്കുന്നത്. അതിൽ മൈറ്റോസിസ് നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആണ് നടക്കുന്ന ഒരു സെൽ ഡിവിഷനാണ് മൈറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡിവിഷനാണ് നമ്മുടെ എല്ലാ കോശങ്ങളിലും നടക്കുന്നത്, മൈറ്റോസിസ് ആണ്. എന്നാൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൽ നടക്കുന്നത് ഏതാണ്? റീപ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ നമ്മുടെ സ്പേംസ് ഉണ്ടാവുന്ന സെല്ല്, എഗ് ഉണ്ടാവുന്ന സെല്ല്, ഇത്തരത്തിലുള്ള സെൽസിൽ നടക്കുന്ന ജേർമിനൽ സെൽസിലൊക്കെ നടക്കുന്നത് ഏതാണ്? നമ്മുടെ മിയോസിസ് എന്ന് പറയുന്ന ഒരു ഡിവിഷനാണ്. അപ്പോൾ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് മിയോസിസ് ആണ് നടക്കുന്നത്. ബാക്കിയുള്ള എല്ലാ നമ്മുടെ സൊമാറ്റിക് ഫംഗ്ഷൻസിന്, നോൺ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നടക്കുന്നത് ഏത് ഡിവിഷൻ ആണെന്ന് പറഞ്ഞു? മൈറ്റോസിസ് ആണെന്ന് പറഞ്ഞു. ഇനി മൈറ്റോസിസ് ഡിവിഷൻ നടക്കുമ്പോൾ അവിടെ ക്രോമസോം സംഖ്യയ്ക്ക് ഒരു മാറ്റവും വരുന്നില്ല. ഒരു മൈറ്റോസിസ് ആണ് നടക്കുന്നതെങ്കിൽ അവിടെ ക്രോമസോം സംഖ്യയ്ക്ക് ഒരു മാറ്റവും വരുന്നില്ല. മൈറ്റോസിസിന്റെ ഫലമായിട്ട് ഒരു സെല്ലിൽ നിന്നും 2 സെൽസ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മൈറ്റോസിസിന്റെ ഫലമായിട്ട് ഈ ഒരു സെല്ലിന് മൈറ്റോസിസ് ആണ് സംഭവിക്കുന്നതെങ്കിൽ എന്തായിട്ട് മാറുന്നു? ഈ സെല്ല് 2 സെൽസ് ആയിട്ട് മാറുന്നു. ഇങ്ങോട്ടേക്ക് വലുതായിട്ട് വരച്ചുതരാം. അപ്പോൾ ഇതൊരു മൈറ്റോസിസ്. ഇവിടെ 46 എന്നുള്ള ഒരു ക്രോമസോം സംഖ്യയുള്ള ഒരു സെല്ലില് മൈറ്റോസിസ് നടക്കുകയാണെങ്കിൽ ഈ സെൽ എത്രയായിട്ട് മാറുന്നു? 2 സെല്ലായിട്ട് മാറുന്നു. ആ 2 സെല്ലിലെയും ക്രോമസോം സംഖ്യ എന്ന് പറയുന്നത് 46 തന്നെയാണ്. കാരണം നമുക്കറിയാം മൈറ്റോസിസിൽ ക്രോമസോം സംഖ്യ ചേഞ്ച് ചെയ്യുന്നില്ല എന്നറിയാം. അതുപോലെ തന്നെ 2 സെൽസ് ആയിട്ട് മാറുന്നുമുണ്ട്. ഇതൊക്കെ നടക്കുന്നത് നോൺ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സെൽസിലാണ് ഇത്തരത്തിലുള്ള മൈറ്റോസിസ് എന്ന് പറയുന്ന ഡിവിഷൻ നടക്കുന്നത്. ഇനി മിയോസിസ് ആണെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, മിയോസിനകത്ത് 46 എന്ന് പറയുന്ന ഒരു സെല്ല് മിയോസിസിന്റെ ഫലമായിട്ട് എന്താണ് നടക്കുന്നത്? മൊത്തത്തില് 4 സെൽസ് ആയിട്ടാണ് മാറുന്നത്. ഓക്കെ, മിയോസിസിന്റെ ഫലമായിട്ട് 4 സെൽസ് ആയിട്ട് മാറുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു സെല്ല് 2 സെല്ലായിട്ട് മാറുന്നു. പക്ഷേ മിയോസിസിൽ ഒരു സെൽ എത്രയായിട്ട് മാറുന്നു? 4 സെൽസ് ആയിട്ടാണ്. നമ്പർ ഓഫ് സെൽസ് എന്ന് പറയുന്നത് അവിടെ 4 ആണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മിയോസിസ് പ്രധാനമായിട്ടും നടക്കുന്നത് 2 സ്റ്റെപ്സിലൂടെയാണ് മിയോസിസ് നടക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ എന്ന് പറയും. ഫസ്റ്റ് സ്റ്റെപ്പിനെ നമ്മൾ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 46 എന്നുള്ളൊരു സംഭവം എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ സംഭവിച്ചു, 2 സെൽസ് ആയിട്ട് മാറി. മിയോസിസിൽ എന്ത് ചെയ്യുന്നു? ക്രോമസോം സംഖ്യ പകുതിയാണ് ആവുന്നത്. നമ്മൾ മൈറ്റോസിസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു മൈറ്റോസിസിൽ ക്രോമസോം സംഖ്യ ചേഞ്ച് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ 46 ഒരു മാറ്റവും വന്നില്ല. പക്ഷേ മിയോസിസ് ആണ് സംഭവിക്കുന്നതെങ്കിൽ അതിന്റെ ക്രോമസോം സംഖ്യ പകുതിയായിട്ട് മാറും. അപ്പോൾ എന്താണ്? ഫസ്റ്റ് ഡിവിഷൻ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ 46ന്റെ പകുതി എത്രയായിട്ട് മാറി? 23യും ഈ സെല്ലും 23 എന്ന് പറയുന്ന ഒരു കണ്ടീഷനായിട്ട് മാറി. ഇതാണ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ. ഇനി ഈ ഒരു ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ വീണ്ടും എന്ത് ചെയ്യുന്നു? സെക്കൻഡ് മിയോട്ടിക് ഡിവിഷന് വിധേയമാകുന്നു. ഈ സെല്ലിൽ നിന്നും 2 സെൽസ് ഉണ്ടാവുന്നു, അടുത്ത സെല്ലിൽ നിന്നും 2 സെൽസ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്നതും 2 സെല്ലാണ്, അടുത്തതിൽ നിന്നും ഉണ്ടാവുന്നതും 2 സെല്ലാണ്. അങ്ങനെ ടോട്ടൽ എത്ര സെൽസ് ഉണ്ടായി? 44 സെൽസ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഓരോ സെല്ലിലെയും ക്രോമസോം സംഖ്യ എന്ന് പറയുന്നത് 23 തന്നെയായിരിക്കും. ഇവിടെ നിന്ന് ഡിവിഷൻ നടക്കുന്നത് ഓരോന്നും 23 തന്നെയായിരിക്കും. അപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും. നമ്മൾ പറഞ്ഞു ക്രോമസോം സംഖ്യ മിയോസിസ് എന്ന് പറയുന്ന ഒരു ഡിവിഷൻ നടക്കുകയാണെങ്കിൽ അവിടെ പകുതിയാണ് ആകുന്നത്. പക്ഷെ ഇവിടെ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടന്നപ്പോൾ അവിടെ എന്ത് ആയില്ല?
ആ ഒരു ക്രോമോസോം സംഖ്യ ഹാഫ് ആയില്ല, 23ന്റെ ഹാഫ് ആയില്ല, കറക്റ്റ് 23 ആയിട്ട് തന്നെയാണ് വന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ എന്ന് പറയുന്നത് ഏതിന് തുല്യമാണ്? മൈറ്റോസിസിന് തുല്യമാണ്. അത് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ ഈസ് ഈക്വൽ ടു മൈറ്റോസിസ്. അതുകൊണ്ടാണ് മൈറ്റോസിസിൽ നമുക്കറിയാം ക്രോമസോം സംഖ്യയ്ക്ക് ചേഞ്ച് ആവുന്നില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇവിടെ മൈറ്റോസിസിന് ഈക്വൽ ആയതുകൊണ്ടാണ് ആ 23 എന്ന് പറയുന്ന ഒരു ക്രോമസോം സംഖ്യ എന്തായിട്ട് മാറുന്നത്? 23 ആയിട്ട് തന്നെ മാറുന്നത്. അപ്പോ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സെല്ലിൽ നിന്നും മൊത്തത്തിൽ എത്ര സെൽസ് ഉണ്ടായിട്ട് മാറിയിട്ടുണ്ട്? 4 സെൽസ് ആയിട്ട് മാറി. ആദ്യത്തെ ഡിവിഷൻ മാത്രമാണ് കറക്റ്റ് നമ്മളൊരു മിയോട്ടിക് ഡിവിഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് അവിടെ ക്രോമസോം സംഖ്യ പകുതിയായി. അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ റിഡക്ഷൻ ഡിവിഷൻ എന്നൊക്കെ ഈ ഒരു മിയോസിസിന് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ പകുതിയാവുക, ആ ഒരു ഡിവിഷൻ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ആ ഒരു സ്പെർമാറ്റോജെനസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമുക്ക് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓരോ സ്റ്റെപ്സ് ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. സ്റ്റെപ്സ് ഇൻ സ്പെർമാറ്റോജെനസിസ് നമ്മൾ പറഞ്ഞു. സെമിനിഫറസ് ട്യൂബിൾസിന്റെ ഉള്ളില് നമുക്കറിയാം സ്പെർമാറ്റോഗോണിയ അല്ലെങ്കിൽ സ്പേം മദർ സെൽസ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ? സ്പേം മദർ സെൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്പേം മദർ സെൽസിന്റെ എന്ത് ഡിവിഷനാണ് നടക്കുന്നത്? നമ്മൾ പറഞ്ഞു മിയോസിസ് ആയിരിക്കും നടക്കാനുള്ളത്. കാരണം റീപ്രൊഡക്റ്റീവ് പരമായിട്ടുള്ള എല്ലാത്തിലും എന്ത് ഡിവിഷൻ ആണ്? മിയോസിസ് ആണ് നടക്കുന്നത്. പക്ഷെ ഇവിടെ നടക്കുന്നത് മൈറ്റോസിസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഈ സ്പെർമാറ്റോഗോണിയയ്ക്ക് മൈറ്റോസിസ് എന്ന് പറയുന്ന ഒരു ഡിവിഷൻ നടക്കുമ്പോൾ ഇവർ ഭയങ്കരമായിട്ടും അവരുടെ നമ്പർ അങ്ങ് കൂടും, ഗ്രോത്ത് സംഭവിക്കും, ഇഷ്ടം പോലെ എന്ത് ചെയ്യും? സെൽസ് ഫോം ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യുന്നു? അവിടെ മൈറ്റോസിസ് എന്ന് പറയുന്ന ഒരു ഡിവിഷൻ അവിടെ നടക്കുന്നു. അപ്പോൾ ഈ സെൽസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ഇൻ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മൾട്ടിപ്ലൈ ബൈ മൈറ്റോട്ടിക് ഡിവിഷൻ. അങ്ങനെ ഇവരുടെ നമ്പർ ഒരുപാട് എന്താവുന്നു? സ്പെർമാറ്റോഗോണിയ അവിടെ ഫോം ചെയ്യുന്നു. ഓക്കെ, ഇതിനകത്ത് ചില സ്പെർമാറ്റോഗോണിയ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ്. അപ്പോൾ ആക്ച്വലി പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്പെർമാറ്റോഗോണിയ തന്നെയാണ്. നമ്മൾ കുറേ ഡിവൈഡ് ചെയ്തു, മൈറ്റോസിസിന്റെ ഫലമായിട്ട് കുറേ ഡിവൈഡ് ചെയ്ത ചില സ്പെർമാറ്റോഗോണിയ അവരെ നമ്മൾ എന്തെന്ന് വിളിച്ചു? പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ് എന്ന് വിളിച്ചു. ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സിനാണ് എന്ത് ഡിവിഷൻ നടക്കുന്നത്? മിയോസിസ് എന്ന് പറയുന്ന മിയോട്ടിക് ഡിവിഷൻ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോ സ്പെർമാറ്റോഗോണിയയില് കുറെ ഡിവിഷൻ നടന്ന കുറച്ച് സ്പെർമാറ്റോഗോണിയക്ക് എന്ത് നടക്കുന്നു? നമ്മുടെ മിയോസിസ് ഡിവിഷൻ നടക്കുന്നു. അവരെ നടക്കുന്ന ആ ഒരു സെൽസിനെ പറയുന്ന പേരാണ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്ത് ചെയ്യുന്നു? ഒരു ഡിവിഷൻ നടക്കുന്നു. മിയോസിസ് എന്ന് പറയുന്ന ഒരു ഡിവിഷൻ നടക്കുമ്പോൾ എന്തായിട്ട് മാറുന്നു? 2 ഈക്വൽ സെൽസ് ആയിട്ട് മാറുന്നു. നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ എന്താണ്? ഇവിടെ ഒരു സെല്ലാണ് ആ സ്പെർമാറ്റോഗോണിയ, പ്രൈമറി സ്പെർമാറ്റോഗോണിയയുടെ ക്രോമസോം സംഖ്യ അപ്പൊ എത്രയായിരിക്കും? 46 തന്നെയായിരിക്കും. അവിടെ എന്ത് ചെയ്യുന്നു? 2 ഈക്വൽ ആയിട്ടുള്ള ഡിവിഷനാണ് നടക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു സെല്ല് 2 ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പം ഒരേപോലെയുള്ള 2 സെല്ലായിട്ടാണ് മാറുന്നത്. അപ്പോൾ ഒരേപോലെയുള്ള 2 സെല്ലായിട്ട് മാറുന്നു. അതാണ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ. അതിനെ നമ്മൾ റിഡക്ഷൻ ഡിവിഷൻ എന്ന് വിളിച്ചു. അതിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടിയതിനെ നമ്മൾ പറഞ്ഞു സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ്. അപ്പോൾ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിന് എന്താണ്? റിഡക്ഷൻ ഡിവിഷൻ സംഭവിച്ച് 2 സെൽസ് കിട്ടി. ആ 2 സെല്ലിനെ നമ്മൾ എന്താണ് വിളിച്ചത്? സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ് എന്നാണ് വിളിച്ചത്. അപ്പോൾ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സിന്റെ ക്രോമസോം സംഖ്യ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 23 ആയിരിക്കും ക്രോമസോം സംഖ്യ എന്ന് പറയുന്നത്. കാരണം അവിടെ നടന്നത് മിയോസിസ് ആണ്. ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ ആണ് അവിടെ നടന്നത്. ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷന്റെ ഫലമായാൽ ക്രോമസോം സംഖ്യ പകുതിയാവും. അപ്പോൾ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സിന് എന്ത് നടക്കുമ്പോൾ? ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ കിട്ടിയ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സിന്റെ ക്രോമസോം സംഖ്യ എന്ന് പറയുന്നത് 23 ആയിരിക്കും. ഓക്കെ, ഇനി എന്താണ്? ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ് വീണ്ടും എന്ത് നടക്കുന്നു? സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ സംഭവിക്കുന്നു. സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ ആ ഓരോ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സിൽ നിന്നും 2 സെൽസ് വീതം ഫോം ചെയ്യുന്നു, അല്ലെ? അതിനെ പറയുന്ന പേരാണ് 4 ഈക്വൽ എന്ത് ചെയ്യുന്നു? ഹാപ്ലോയിഡ് സ്പെർമാറ്റിഡ്സ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ പിക്ചർ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു സ്പെർമാറ്റോഗോണിയ. അതില് സ്പെർമാറ്റോഗോണിയ ഒരുപാട് മൈറ്റോസിസ് ഡിവിഷൻ നടന്ന് അവരുടെ നമ്പർ ഒരുപാട് കൂടി. അതിനകത്ത് കുറച്ച് സ്പെർമാറ്റോഗോണിയ, ദാറ്റ് മീൻസ് നമ്മൾ അവരെ എന്തെന്ന് വിളിച്ചു? പ്രൈമറി സ്പെർമാറ്റോഗോണിയ എന്ന് വിളിച്ചു. അപ്പൊ ഇതാണ് പ്രൈമറി സ്പെർമാറ്റോഗോണിയ. ആ പ്രൈമറി സ്പെർമാറ്റോഗോണിയ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ സംഭവിക്കുന്നു. മിയോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ എന്തായിട്ട് മാറി? ഇവിടെ
ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ സംഭവിക്കുന്നതിന്റെ ഫലമായിട്ട് 2 എന്തായിട്ട് മാറി? സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ് ആയിട്ട് മാറി. അപ്പോൾ ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സിന്റെ ക്രോമസോം സംഖ്യ എന്ന് പറയുന്നത് 23 ആയിരിക്കും. ഇവിടെയും 23 തന്നെയായിരിക്കും ഇവരുടെ ക്രോമസോം നമ്പർ എന്ന് പറയുന്നത്. ഇവർക്ക് വീണ്ടും എന്ത് ചെയ്യുന്നു? മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നു. അപ്പോൾ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ എന്ന് പറയുന്നത് എന്തിനു തുല്യമാണെന്ന് ഞാൻ പറഞ്ഞു? മൈറ്റോസിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സെക്കൻഡറി മിയോട്ടിക് ഡിവിഷൻ നടന്ന് ഈ 2 സെല്ലിൽ നിന്നും 2 സെൽസ് വീതം ഉണ്ടാവുന്നു. അപ്പൊ ഇവിടെയും ഇവരുടെ ക്രോമസോം സംഖ്യ എന്ന് പറയുന്നത് 23 ആണ്. ഇതിലും 23 ആണ്, ഇതിലും 23 ആണ്. അപ്പൊ മൊത്തത്തില് 1, 2, 3, 4 അങ്ങനെ 4 സെൽസ് ആണ് അവിടെ ഫോം ചെയ്തത്. അവരുടെ എല്ലാം ക്രോമസോം സംഖ്യ എന്ന് പറയുന്നത് 23 തന്നെ ആയിരിക്കും. അപ്പോ അങ്ങനെ ഉണ്ടായതിനെ നമ്മൾ പറയുന്നത് പേര് സ്പെർമാറ്റിഡ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. എന്താണ് പറയുന്നത്? സ്പെർമാറ്റിഡ്സ്. പക്ഷേ ഈ സ്പെർമാറ്റിഡ്സ് എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്പ് ആയിട്ടുള്ള സെൽസ് ആണ്. കണ്ടോ, റൗണ്ട് ഷേപ്പ് ആയിട്ടുള്ള സെൽസ് ആണ്. അപ്പോൾ ഈ സ്പെർമാറ്റിഡ്സിന് പിന്നെ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ കുറച്ച് ഡിഫറൻസിയേഷനും കുറച്ച് ചേഞ്ചസ് ഒക്കെ സംഭവിച്ചിട്ടാണ് അവർ എന്തായിട്ട് മാറുന്നത്? സ്പേംസ് ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ സ്പെർമാറ്റോസോവ. സ്പേംസിനെ തന്നെ മറ്റൊരു പേരാണ് സ്പെർമാറ്റോസോവ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സ്പേംസിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? സ്പെർമാറ്റോസോവ എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ് അണ്ടർഗോ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ ടു ഫോം 4 ഈക്വൽ ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പെർമാറ്റിഡ്സ് ഫോം ചെയ്യുന്നു. അപ്പോൾ ആ സ്പെർമാറ്റിഡ്സ് പിന്നെ എന്താ ചെയ്യുന്നത്? ട്രാൻസ്ഫോംഡ് ഇൻറ്റു സ്പെർമാറ്റോസോവ ആയിട്ട് മാറുന്നു. സ്പെർമാറ്റോസോവ എന്ന് പറയുന്നത് സ്പേംസ് ആണ്. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്പെർമിയോജനസിസ്. അപ്പോൾ എന്താണ്? നമ്മുടെ സ്പെർമാറ്റിഡ്സ് ഈ ഒരു സ്പെർമാറ്റോസോവയാവുന്ന ഈ ഒരു പ്രോസസ് ഉണ്ട്. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്പെർമിയോജനസിസ്. ഓക്കെ. അപ്പോൾ സ്പെർമാറ്റിഡ്സ് സ്പെർമാറ്റോസോവയാകുന്ന പ്രോസസ്സിനെ പറയുന്ന പേര് സ്പെർമിയോജനസിസ് ആണ്. അപ്പൊ ഈ സ്പെർമിയോജനസിസിൽ എന്താ സംഭവിക്കുക? റൗണ്ട് ഷേപ്പ് ആയിട്ടുള്ള സ്പെർമാറ്റിഡ്സ് പിന്നെ എന്തായിട്ട് മാറുന്നു? എലോങ്ങേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ടെയിലും ഒക്കെയുള്ള സ്പേംസിന്റെ ഒരു സ്ട്രക്ചർ ആയിട്ട് മാറുന്നു. ആ ഒരു പ്രോസസ്സാണ് സ്പെർമാറ്റോസോവ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ സ്പേംസ് എന്ന് പറയുന്ന ആ ഒരു ഫോം. അപ്പൊ സ്പേംസ് ആവുന്ന പ്രോസസ്സിനെ പറയുന്ന പേര് സ്പെർമിയോജനസിസ് ആണ് കേട്ടോ. അപ്പോൾ സ്പെർമാറ്റിഡ്സിൽ നിന്നും സ്പേംസ് ആവുന്നതിനെയാണ് സ്പെർമിയോജനസിസ്. എന്നാൽ ഈ എൻറ്റയർ ആയിട്ടുള്ള പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്പെർമാറ്റോജനസിസ് കേട്ടോ. അപ്പൊ സ്പെർമിയോജനസിസ് ഈസ് എ കൺവേർഷൻ ഓഫ് സ്പെർമാറ്റിഡ് ഇൻറ്റു സ്പേം ഈസ് കാൾഡ് സ്പെർമിയോജനസിസ് ആണ്. ഓക്കെ. അപ്പൊ ആ ഒരു സ്പെർമിയോജനസിസ് എന്താണെന്ന് തിരിഞ്ഞു പോകരുത് കേട്ടോ. നെക്സ്റ്റ് സ്പെർമിയോജനസിസ് ഒക്കെ കഴിഞ്ഞു. സ്പെർമിയോജനസിസ് കഴിഞ്ഞാൽ ഈ സ്പേംസ് ഹെഡ് ബിക്കം എംബഡഡ് ഇൻ സെർട്ടോളി സെൽസ്. നമ്മൾ പറഞ്ഞു ഈ മദർ സ്പെർമാറ്റോഗോണിയിൽ നിന്നും സ്പേംസ് ഉണ്ടായി. ഇപ്പൊ നമ്മൾ കണ്ടു എങ്ങനെയാണ് അത് ഉണ്ടായതെന്ന്. അപ്പോൾ സെർട്ടോളി സെൽസ് ഉണ്ട്. ഇന്നർ സെൽസിൽ തന്നെ സെർട്ടോളി സെൽസ് എന്ന് പറയുന്ന മറ്റൊരു സെല്ലും കൂടെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ സെർട്ടോളി സെൽസ് എന്താ ചെയ്യുന്നത്? ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഈ സ്പേംസിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും നറിഷ്മെന്റ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരായിരുന്നു? സെർട്ടോളി സെൽസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു സമയത്ത് സ്പേംസ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ ഒരു സമയത്ത് സ്പേംസിന്റെ ഹെഡ് ഏത് സെല്ലുമായിട്ടായിരിക്കും എംബഡ് ചെയ്തായിരിക്കും കാണുന്നത്? നമ്മുടെ സെർട്ടോളി സെൽസുമായിട്ട് എംബഡ് ചെയ്തായിരിക്കും കാണുന്നത്. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഈ സ്പേംസിന്റെ ഹെഡ് സെർട്ടോളി സെൽസുമായിട്ട് എംബഡ് ചെയ്ത് നിൽക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? നമുക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും ഒക്കെ കിട്ടുന്നു. അതിനുശേഷം ഇവർ എന്ത് ചെയ്യുന്നു? റിലീസ്ഡ് ഫ്രം ദ സെമിനിഫറസ് ട്യൂബിൾസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളും ടെസ്റ്റിസിനകത്തുള്ള ആ ഒരു സെമിനിഫറസ് ട്യൂബിൾസിലാണ് നടക്കുന്നത്. അപ്പോൾ ഇത്രയും സമയം കഴിയുമ്പോൾ ഇതെന്ത് ചെയ്യും? സെമിനിഫറസ് ട്യൂബിൾസിൽ നിന്നും പുറത്തേക്ക് റിലീസ് ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്പെർമിയേഷൻ. അപ്പൊ കുറേ പ്രോസസ്സ് നമ്മൾ പറഞ്ഞു. സ്പെർമിയോജനസിസ് എന്തായിരുന്നു പറഞ്ഞു, സ്പെർമിയേഷൻ എന്താണ് എന്നുള്ള സ്റ്റെപ്പ് പഠിക്കണം. അതുപോലെ തന്നെ സ്പെർമാറ്റോജനസിസ് എൻറ്റയർ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് സ്പേമിനെയാണ് നമ്മൾ സ്പെർമാറ്റോജനസിസ് എന്ന് പറയുന്നത്. സ്പെർമാറ്റിഡ്സിൽ നിന്നും സ്പേംസ് ഉണ്ടാവുന്ന പ്രോസസ്സിനെയാണ് സ്പെർമിയോജനസിസ് എന്ന് പറയുന്നത്. എന്നാൽ സെമിനിഫറസ് ട്യൂബിൾസിൽ നിന്നും സ്പേംസ് ഫൈനലി ഔട്ട് സൈഡിലേക്ക് റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്പെർമിയേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കേട്ടോ. അപ്പോൾ after spermatogenesis, sperms head become embedded in Sertoli cells and are finally released to the seminiferous tubules. അല്ലെ, സെമിനിഫറസ് ട്യൂബിൾസിൽ നിന്നും പുറത്തോട്ട് റിലീസ് ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേര് എന്തായിരുന്നു? സ്പെർമിയേഷൻ എന്നാണ് ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേര്.
അപ്പം ഇതാണ് എന്താണ് ഓവർവ്യൂ ഓഫ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്, സ്പെർമാറ്റോജനസിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിന്റെ ഹോർമോണൽ കൺട്രോൾ എങ്ങനെയാണ്? അപ്പൊ ഇതൊക്കെ നമുക്കറിയാം, ഇതെല്ലാം എന്താണ്, ഹോർമോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മെയിൽ ഹോർമോൺസ്, കുറെ ഹോർമോൺസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ഹോർമോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള സ്പെർമാറ്റോജനസ് ആയിക്കോട്ടെ ഗ്യാമറ്റോജനസ് ആയിക്കോട്ടെ എല്ലാം നടക്കുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പോൾ പ്രധാനമായിട്ടും ഇത്തരത്തില് എങ്ങനെയാണ് ഇതിന്റെ ഹോർമോണൽ കൺട്രോൾ എന്ന് നമുക്ക് നോക്കാം. സ്പെർമാറ്റോജനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? പ്യൂബർട്ടി എന്ന് പറയുന്ന ഒരു ഏജ് അറ്റൈൻ ചെയ്യുമ്പോഴാണ്, പ്രായപൂർത്തിയാകുന്ന ഒരു സമയത്താണ് ഈ ഒരു സ്പെർമാറ്റോജനസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺസിന്റെ എമൗണ്ട് നമ്മുടെ ബോഡിയിൽ ഭയങ്കരമായിട്ടും എന്ത് ചെയ്യും, കൂടും. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് നമുക്കറിയാം ബ്രെയിനിനകത്തുള്ള ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് ഇതെന്ന് പറയുന്നത് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് എന്ത് ചെയ്യുന്നു? ഗൊണാഡോട്രോഫിൻസ് റിലീസ് ചെയ്യുന്നു, അല്ലെ? അപ്പൊ ഈ ഗൊണാഡോട്രോഫിൻസ് റിലീസിങ് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഗൊണാഡോട്രോഫിൻസ് കുറെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഗൊണാഡോട്രോഫിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈപ്പോതലാമസ്. നമുക്കറിയാം പിറ്റ്യൂട്ടറിനെ എന്ത് ചെയ്യുന്നു? ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ഹൈപ്പോതലാമസ് ആണ് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്യുന്നത്. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് പ്രധാനമായിട്ടും രണ്ട് ഭാഗമുണ്ട്. ഒന്ന് അഡിനോ ഹൈപ്പോഫൈസിസും ന്യൂറോ ഹൈപ്പോഫൈസിസും. ഓക്കെ, ദാറ്റ് മീൻസ് ഒരു ആന്റീരിയർ പിറ്റ്യൂട്ടറിയും ഉണ്ടായിരിക്കും, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് പ്രധാനമായിട്ട് രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്, ആന്റീരിയർ പിറ്റ്യൂട്ടറിയും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയും. ഈ ആന്റീരിയർ പിറ്റ്യൂട്ടറിനെ പറയുന്ന പേരാണ് എന്ത്? അഡിനോ ഹൈപ്പോഫൈസിസും. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിനെ പറയുന്ന പേരാണ് എന്താ? ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്നാണ് പറയുന്നത്. അപ്പോ ഹൈപ്പോതലാമസ് എന്ത് ചെയ്യും? ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺസിനെ റിലീസ് ചെയ്യുമ്പോൾ ഇവരെവിടെ പോകുന്നു? നേരെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ അഡിനോ ഹൈപ്പോഫൈസിസിൽ ചെല്ലുന്നു. ഈ അഡിനോ ഹൈപ്പോഫൈസിസ് എന്ത് ചെയ്യുന്നു? ഗൊണാഡോട്രോഫിൻസ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോർമോൺസ് അവർ സെക്രീറ്റ് ചെയ്യുന്നു. ഏതൊക്കെയാണ്? ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും ല്യൂട്ടിനൈസിങ് ഹോർമോണും. FSH എന്ന് പറയുന്നത് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും LH എന്ന് പറയുന്നത് ല്യൂട്ടിനൈസിംഗ് ഹോർമോൺ പോലെയുള്ള ഗൊണാഡോട്രോഫിൻസിനെ എന്ത് ചെയ്യുന്നു? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെച്ചിരിക്കുക. FSH ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും LH ല്യൂട്ടിനൈസിംഗ് ഹോർമോൺ. അപ്പൊ ഇവരൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് കേട്ടോ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ അഡിനോ ഹൈപ്പോഫൈസിസ്, ദാറ്റ് മീൻസ് ആന്റീരിയർ പാർട്ടാണ് ഏതിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും ല്യൂട്ടിനൈസിംഗ് ഹോർമോൺ പോലെയുള്ള ഗൊണാഡോട്രോഫിൻസ് റിലീസിംഗ് ഹോർമോൺസിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോ FSH നേരെ ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? സെർട്ടോളി സെൽസിലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു സെർട്ടോളി സെൽസും ഉണ്ട്, ലേഡിക് സെൽസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു, അല്ലെ? സെർട്ടോളി സെൽസ് സെമിനിഫറസ് ട്യൂബിൾസിന്റെ അകത്തുള്ള സെൽസ് ആയിരുന്നു. ലേഡിക് സെൽസ് എന്ന് പറയുന്നത് സെർട്ടോളി സെൽസിനെ പുറമേ കവർ ചെയ്തിട്ടുള്ള സെൽസ് ആയിരുന്നു ലേഡിക് സെൽസ്. അപ്പോൾ FSHൽ തന്നെ ഒരു ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ S ഉണ്ട്. അപ്പൊ ആ S എവിടെ ആക്ട് ചെയ്യുന്നത്? സെർട്ടോളി സെൽസിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾ ഓർത്തു വെക്കുക, FSH ആക്ട് ചെയ്യുന്നത് S ഉള്ള സെർട്ടോളി സെൽസിലാണ് ആക്ട് ചെയ്യുന്നത്. ഇനി ലേഡിക് സെൽസ് എവിടെയാണ്? ല്യൂട്ടിനൈസിംഗ് ഹോർമോൺസ് ആക്ട് ചെയ്യുന്നത് ലേഡിക് സെൽസിലാണ്. അപ്പൊ അവിടെ നമുക്ക് ഒരു L കിട്ടും, അല്ലെ? L എന്ന് പറയുന്നത് ല്യൂട്ടിനൈസിംഗ് ഹോർമോൺ എവിടെയാണ്? ലേഡിക് സെൽസിലാണ് ആക്ട് ചെയ്യുന്നത്. ലേഡിക് സെൽസിന്റെ മറ്റൊരു പേരാണ് എന്ത്? ഇന്റർസ്റ്റീഷ്യൽ സെൽസ്. ഓക്കെ, ഇന്റർസ്റ്റീഷ്യൽ സെൽസ്. അപ്പോൾ നമ്മളെ രണ്ട് റിലീസിംഗ് ഹോർമോൺസ് ആണ് ആന്റീരിയർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്തത്. ഒന്ന് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും രണ്ട് ല്യൂട്ടിനൈസിംഗ് ഹോർമോണും. അതിൽ ല്യൂട്ടിനൈസിംഗ് ഹോർമോൺ പ്രവർത്തിക്കുന്നത് എവിടെയാണ്? ലേഡിക് സെൽസിലാണ്. അതുപോലെ തന്നെ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പ്രവർത്തിക്കുന്നത് എവിടെയാണ്? സെർട്ടോളി സെൽസിലാണ്. അപ്പോൾ ഈ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണ് നമ്മുടെ സെർട്ടോളി സെൽസിൽ ആക്ട് ചെയ്യുമ്പോൾ സെർട്ടോളി സെൽസ് കുറെ ഫാക്ടേഴ്സ് റിലീസ് ചെയ്യും. ഈ ഫാക്ടേഴ്സ് ആണ് എന്തിനു വേണ്ടി സഹായിക്കുന്നത്? സ്പെർമിയോജനസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അപ്പോൾ സ്പെർമിയോജനസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്? നമ്മുടെ വളരുന്ന ആ ഒരു സ്പേംസിന് ആവശ്യമായിട്ടുള്ള നറിഷ്മെന്റ്സും അവരുടെ ആ ഒരു ഡിഫറൻസിയേഷൻ ഒക്കെ നടന്ന് സ്പെർമാറ്റിഡ്സ് സ്പേംസ് ആയി മാറുന്ന ഒരു പ്രോസസ് ആണല്ലേ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നടക്കുന്ന കുറെ ഫാക്ടേഴ്സ് ഒക്കെ ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നു? സെർട്ടോളി സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനൊക്കെ സഹായിക്കുന്നത് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. അപ്പോൾ സ്പെർമിയോജനസിന് വേണ്ടി സഹായിക്കുന്നു. ഇനി ലേഡിക് സെൽസിൽ എന്താണ്? നമ്മുടെ ല്യൂട്ടിനൈസിംഗ് ഹോർമോൺ ആണ് ലേഡിക് സെൽസിൽ ആക്ട് ചെയ്യുന്നത്. ഈ ല്യൂട്ടിനൈസിംഗ് ഹോർമോൺ എന്ത് ചെയ്യുന്നു? ആൻഡ്രോജൻസ് സെക്രീറ്റ് ചെയ്യുന്നു. ആൻഡ്രോജൻസ് ആണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്, അല്ലെ? ആൻഡ്രോജൻസ് ആണ് ഏതെന്ന് പറയുന്നത്? ടെസ്റ്റോസ്റ്റിറോൺ. ഈ ടെസ്റ്റോസ്റ്റിറോൺ ആണ് എന്തിനു വേണ്ടി സഹായിക്കുന്നത്? സ്പെർമാറ്റോജനസിസ് എന്ന് പറയുന്ന എൻറ്റയർ പ്രോസസ്സിന് വേണ്ടി സഹായിക്കുന്നത് മെയിൽ ഹോർമോൺ ആയ ടെസ്റ്റോസ്റ്റിറോൺ അല്ലെങ്കിൽ ആൻഡ്രോജൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും പ്രോസസ് ആണ് അവിടെ ഒരു ഹോർമോണൽ ആക്ഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അതൊന്ന് വായിച്ചു നോക്കാം. സ്പെർമാറ്റോജെനസിസ് സ്റ്റാർട്ട്സ് അറ്റ് ദ ഏജ് ഓഫ് പ്യൂബർട്ടി ഡ്യൂ ടു സിഗ്നിഫിക്കന്റ് ഇൻക്രീസ് ഇൻ ഗൊണാഡോട്രോഫിൻ റിലീസിംഗ് ഹോർമോൺസ്. അപ്പൊ എന്താ സംഭവിക്കുക? ഈ ഗൊണാഡോട്രോഫിൻ റിലീസിംഗ് ഹോർമോൺസ് നേരെ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ പോയി ആക്ട് ചെയ്യുമ്പോൾ അവിടെ 2 ഗൊണാഡോട്രോഫിൻസിനെ ആന്റീരിയർ പിറ്റ്യൂട്ടറി റിലീസ് ചെയ്യും. അതിൽ ഒരെണ്ണമാണ് നമ്മുടെ ലൂട്ടനൈസിംഗ് ഹോർമോണും രണ്ടാമത്തതാണ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ LH എന്ന് പറയുന്നത്. LH നേരെ ആക്ട് ചെയ്യുന്ന ലേഡിക് സെൽസ് ആണ്. ലേഡിക് സെൽസിൽ ആക്ട് ചെയ്യുമ്പോൾ ലേഡിക് സെൽസ് ആണ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മെയിൽ ഹോർമോൺസ് ആയിട്ടുള്ള ആൻഡ്രോജൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ്രോജൻസ് നേരെ എന്ത് ചെയ്യുന്നു? സ്പെർമാറ്റോജനസിസ് എന്ന് പറയുന്ന പ്രോസസ്സിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇനി FSH എന്ന് പറയുന്നത് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. അത് നേരെ എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? സെർട്ടോളി സെൽസിലാണ് ആക്ട് ചെയ്യുന്നത്. സെർട്ടോളി സെൽസിൽ ആക്ട് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യുന്നു? സ്പെർമിയോജനസിന് ആവശ്യമായിട്ടുള്ള കുറെ പ്രോസസ്സ് അല്ലെങ്കിൽ ഫാക്ടേഴ്സിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു ചാർട്ടിൽ അല്ലെങ്കിൽ ഈ ഒരു ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സ്പെർമാറ്റോജെനസിസും അതുപോലെ തന്നെ അതിന്റെ ഹോർമോണൽ കൺട്രോളും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്കിതിന്റെ ബാക്കി ഭാഗമായിട്ടുള്ള സ്പേംസിന്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ ഊജനസിസ് ഗ്യാമറ്റോജെനസിസ് അല്ലെങ്കിൽ ഊജനസിസ് എഗ്ഗിന്റെ ഫോർമേഷൻ എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗങ്ങൾ കാണാം. താങ്ക്